ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാം അധ്യായം 26-27 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുകയും: ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. നിങ്ങൾ ഈശോയുടെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. സ്നേഹമുള്ളവരെ, ഈ 2 വാക്യങ്ങളിലൂടെ ഓരോ ക്രിസ്ത്യാനിയും, ഓരോ കത്തോലിക്ക വിശ്വാസിയും തൻ്റെ ജീവിതത്തിലൂടെ നിറവേറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മഹത്തായ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ സഭയെ ഏറ്റവും അധികം മനസ്സിലാക്കിയ 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ സഭയെക്കുറിച്ചുള്ള പ്രബോധന രേഖയായ ലൂമൻ ജൻസിയും ജനതകളുടെ പ്രകാശം എന്ന ആ പ്രബോധന രേഖയിൽ സഭയെ തന്നെ വിശേഷിപ്പിക്കുന്നത് സഭ സ്വഭാവത്താലെ ഒരു പ്രേക്ഷിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സഭ സ്വഭാവത്താലെ ഒരു പ്രേക്ഷിതയാണ് എങ്കിൽ ഈ തിരുസഭയിലെ ഓരോ അംഗത്തിലും മാമോദീസ എന്ന കൂദാശയിലൂടെ ഒരു പ്രേക്ഷിതപരമായ ഉത്തരവാദിത്വം കൈവരുന്നുണ്ട്. ഈ പ്രേക്ഷിതപരമായ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൻ്റെ പ്രഥമ പടിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വാക്യം നമുക്ക് നൽകുന്നത്. ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. നിങ്ങൾ ഈശോയുടെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സഭാ സമൂഹത്തെയാണ് അപ്പോസ്തലൻ വിവക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭ അത് ഈശോയുടെ ശരീരമാണ്. അതിലെ ഓരോ അംഗങ്ങളും ഈശോയുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ. ഈ ഈശോയുടെ ശരീരത്തിലെ വിവിധ അംഗങ്ങളായ ഓരോരുത്തർക്കും മറ്റുള്ളവരോട് ഉണ്ടായിരിക്കേണ്ടതായ ആത്മബന്ധത്തെക്കുറിച്ചും അതിനുണ്ടായിരിക്കേണ്ടതായ തീഷ്ണതയെക്കുറിച്ചും തീവ്രതയെക്കുറിച്ചും അതിനുണ്ടായിരിക്കേണ്ടതായ ചില സവിശേഷതകളെക്കുറിച്ചും അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ എൻ്റെ സഹജീവിയായ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവമായ മറ്റൊരു അവയവമായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾ, പാപകരമായ തകർച്ചകൾ, പാപകരമായ വീഴ്ചകൾ, അത് എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ വ്രണതമാക്കണം, വേദനിപ്പിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും. സ്നേഹമുള്ളവർ, ഈ വേദനയാണ്, ഇത്തരത്തിലുള്ള വേദനയെ എൻ്റെ ഹൃദയത്തിൽ അവാച്യമായ നെടുവീർപ്പുകളോടുകൂടിയുള്ള പ്രാർത്ഥന ഉയർത്തുന്നത്. ഈ പ്രാർത്ഥനയുടെ കണ്ണുനീരോടുകൂടി, ത്യാഗത്തോടുകൂടി, വേദനയോടുകൂടി, ആത്മഭാരത്തോടുകൂടി എൻ്റെ സഹജീവിക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയുടെ പ്രഥമ പടിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഈ വചനം, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും. ഈ വാക്യമെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം കേവലം താത്വികമായ ഒരു ആശയമല്ല, മറിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചതായ ഒരു അവസ്ഥയെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ
22 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുകയും, അവർ ഹെബ്രായരാണോ? ഞാനും അതെ. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും അതെ. അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ? ഞാനും അതെ. അവർ ഈശോയുടെ ദാസന്മാരാണോ? ഒരു ഉന്മത്തനെ പോലെ ഞാൻ പറയുന്നു, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസനാ. കാരണം എന്താ? അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിലകപ്പെട്ടു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ വേദനകളുടെ ചരിത്രം, കുറേ വേദനകളുടെ പരമ്പരകൾ, കുറേ സഹനങ്ങളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചിട്ട് അപ്പസ്തലൻ പറയുക, ഇവയ്ക്കെല്ലാം പുറമേ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുക, ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? സ്നേഹമുള്ളവരെ, തൻ്റെ സഭയെക്കുറിച്ചുള്ള, തൻ്റെ സഭയിലെ ഓരോ അംഗത്തെയും കുറിച്ചുള്ള വേദന തൻ്റെ ഹൃദയത്തെ മതിക്കുന്നു, തൻ്റെ ഹൃദയത്തെ വ്രണതമാക്കുന്നു, തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുവെന്ന് അപ്പസ്തോലൻ ഇവിടെ ഏറ്റുപറയുകയാണ്. അവൻ്റെ മനസ്സിൻ്റെ വേദനയെന്ന് പറയുന്നത് അവൻ കടന്നുപോയ സഹനങ്ങളല്ല. അവൻ കടന്നുപോയ സഹനങ്ങൾ എത്ര ഭയാനകമാണ് എന്ന് വായിക്കുമ്പോൾ കാണാം. വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദര കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരനുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. പക്ഷെ ഇതൊന്നുമല്ല അവൻ്റെ വേദന, ഇതൊന്നുമല്ല അവൻ്റെ സഹനം. ഇവയ്ക്കെല്ലാം പുറമേ സഭയെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവനെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഭയിലെ ഏതെങ്കിലും ഒരംഗം, അതാ പറയുന്നത്, ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? സ്നേഹമുള്ളവർ, ഈ എരിയുന്ന ഹൃദയവുമായി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരു അപ്പസ്തോലനെ പൗലോസിൽ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുകയും, വീണു പോകുന്ന, തകർന്നു പോകുന്ന, പാപത്തിലേക്ക് ചാഞ്ഞു പോകുന്ന ഓരോ ജീവിതങ്ങളെയും ഓർത്ത് വേദനിക്കുന്ന ഒരു സ്ലീഹായെ നാം പൗലോസ് അപ്പസ്തോലനിൽ കണ്ടുമുട്ടുകയും. സ്നേഹമുള്ള സഹോദരരെ, അതുകൊണ്ട് തന്നെ ഈ പൗലോസ് അപ്പസ്തോലൻ്റെ ബൈബിളിലെ ഈ ജീവിത ഉദാഹരണം ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയുമായ പരിമിതമായ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തലത്തിനപ്പുറത്ത് എൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ സമഗ്രതയിൽ സ്വാധീനിക്കുന്ന ഒരു അനുഭവമായി ക്രൈസ്തവ ജീവിത അവസ്ഥ മാറിയിട്ടുള്ള ഓരോ ക്രിസ്ത്യാനിയുടെ മുമ്പിൽ ഈ പൗലോസ് അപ്പസ്തോലൻ ഒരു വെല്ലുവിളി തന്നെയാണ്. കേവലം ഞായറാഴ്ച കുർബാനയും കുടുംബ പ്രാർത്ഥനയും ആണ്ടുവട്ടത്തിൽ വല്ലപ്പോഴുമുള്ള കുമ്പസാരവുമൊക്കെയാകുന്ന ചില ആചാരങ്ങളുടെയും ചില അനുഷ്ഠാനങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എൻ്റെ വ്യക്തിത്വത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ക്രൈസ്തവ വ്യക്തിത്വം എന്ന് പറയുന്നത് എങ്കിൽ നിങ്ങൾക്കിത് ബാധകമല്ല, സംശയമില്ല. എന്നാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയ നിൻ്റെ ക്രൈസ്തവ വിശ്വാസമെങ്കിൽ
നിന്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ആദ്യം മുതൽ അവസാനം വരെ ചൂഴ്ന്നു നിൽക്കുന്ന, നിറഞ്ഞു നിൽക്കുന്ന, പൊതിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിന്റെ ക്രൈസ്തവ വിശ്വാസമെങ്കിൽ, നിന്റെ മനസ്സിനെ, നിന്റെ വിചാരങ്ങളെ, നിന്റെ ചിന്തകളെ സുവിശേഷത്തിലെ ഈശോയും ഈശോയുടെ സുവിശേഷവും സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പൗലോസ് അപ്പോസ്തലൻ നിന്നെ വെല്ലുവിളിക്കാതിരിക്കുക അസാധ്യമാണ്. സ്നേഹമുള്ള സഹോദരരെ, നാം വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, നാം ദിവ്യകാരുണ്യ ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ, നാം പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ, നാം നിരവധിയായ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ, നാം ദൈവത്തോട് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ നിയോഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നാം ഒരു വേള ഓർക്കുന്നത് നല്ലതാണ്. എൻ്റെ രോഗം മാറുവാൻ, എൻ്റെ കുടുംബാംഗങ്ങളുടെ രോഗം മാറുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ, എനിക്കൊരു ജോലി ലഭിക്കുവാൻ, അതല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ, ആർക്കെങ്കിലും വിസ കിട്ടുവാൻ, ആർക്കെങ്കിലുമൊക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യം ഒരുങ്ങുവാൻ, കേവലം ഭൗതികവും ഈ ലോകത്തെ സംബന്ധിക്കുന്നത് മാത്രവുമായ ചില നേട്ടങ്ങൾക്കും നന്മകൾക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനും നീയുമെന്ന് ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യണം. എൻ്റെയും എൻ്റെ കുടുംബത്തെയും മാത്രം സംബന്ധിക്കുന്ന, അതും ഈ ലോകത്തെയും ഭൗതികവും ഭൗമികവുമായ നന്മകളെയും നേട്ടങ്ങളെയും മാത്രം സംബന്ധിക്കുന്ന, ഭൗതികമായ വളർച്ചയും സാമ്പത്തികമായ നേട്ടങ്ങളും സുഖസൗകര്യങ്ങളുടെ വളർച്ചയും മാത്രം അഭിലഷിക്കുന്ന ചില നിയോഗങ്ങളാണോ എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ, എൻ്റെ ആത്മീയ ശുശ്രൂഷകളുടെ ലക്ഷ്യമായി ഇന്ന് മാറിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്, ആത്മാർത്ഥമായി അവലോകനം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. സാമ്പത്തികമായ നേട്ടങ്ങളോ ഭൗതികമായ വളർച്ചയോ അതല്ല എങ്കിൽ ഈ ലോകത്തിൻ്റേതായ സുഖസൗകര്യങ്ങളുടെ വളർച്ചയുമൊക്കെ മാത്രമായി നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ആത്മീയ ശുശ്രൂഷകളുടെയും ഒക്കെ നിയോഗമായി, ലക്ഷ്യമായി മാറിപ്പോകുന്നുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യുന്നത്, ഒരു സ്വയം വിലയിരുത്തലിന് തയ്യാറാകുന്നത് എന്തുകൊണ്ടും നല്ലത്. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈശോ നമ്മെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ പ്രേക്ഷിതപരമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എൻ്റെയോ മറ്റുള്ളവരുടെയോ കേവലം ഈ ലോകത്തിൻ്റേത് മാത്രമായ ഭൗതിക നേട്ടങ്ങളും ഭൗതിക വളർച്ചകളും മാത്രമല്ല. പലപ്പോഴും അതല്ല. ഇന്ന് ഈ ലോകം നമ്മെ വളരെയധികം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇന്ന് ഈ ലോകം വളരെയധികം നമ്മെ തെറ്റായ ചിന്താഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ഇന്ന് ബഹുഭൂരിപക്ഷവും ചിന്തിക്കുന്നത് ഭൗതികമായ വളർച്ചയെന്ന് പറയുന്നത്, സാമ്പത്തികമായ നേട്ടമെന്ന് പറയുന്നത്, സുഖസൗകര്യങ്ങളെ ലഭ്യതയെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഈ ലോകത്തിൽ രോഗങ്ങളും സാമ്പത്തികമായ തകർച്ചകളും ഭൗതികമായ നഷ്ടങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ശിക്ഷയാണ്, പിശാചിൻ്റെ പ്രവൃത്തിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലോകത്തിൻ്റെ സുവിശേഷങ്ങൾ, ലൗകികമായ സുവിശേഷങ്ങൾ, ഭൗതിക സമൃദ്ധിയുടെ സുവിശേഷങ്ങൾ ഇന്ന് വളരെയധികം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈശോയുടെ സുവിശേഷം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഈശോയുടെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് ആത്മീയമായ വളർച്ചയെക്കുറിച്ചും ആത്മരക്ഷയെക്കുറിച്ചും സ്വർഗപ്രാപ്തിയെക്കുറിച്ചും. ഈ ലോകത്തിൽ അവൻ ഭൗതികമായ സമൃദ്ധികളൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ഈശോയെ അനുഗമിക്കാനായി വന്ന വ്യക്തികളോട് ഈശോ അസന്നിഗ്ധമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. ഈശോ 3 വട്ടം തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചനം നടത്തുന്നുണ്ട്. ഈ പീഡാസഹനത്തെക്കുറിച്ച് 3 പ്രാവശ്യം ഈശോ പ്രവചനം നടത്തുന്ന പുസ്തകം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ ഒരു സംഗതി, ഈശോ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ പീഡാസഹനത്തിൻ്റെ 1ാമത്തെ പ്രവചനം നടത്തി കഴിയുമ്പോൾ ഈ പത്രോസ് ഈശോയുടെ പറയുക, കർത്താവേ, നിനക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ
പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. സ്നേഹമുള്ള സഹോദരരെ, ഇന്ന് പലപ്പോഴും സാമ്പത്തികമായ വളർച്ചയും ഭൗതികമായ നേട്ടങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ നന്മകളും ദൈവത്തിൻ്റെ ദാനങ്ങളും ദൈവത്തിൻ്റെ സമ്മാനങ്ങളുമെന്ന് ലോകം നുണ പറയുമ്പോൾ, ലോകം നുണയായ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ നാം ഓർക്കണം, ഈശോയുടെ സുവിശേഷത്തിന് നേർവിപരീതമായ ഒരു സുവിശേഷത്തിൽ നാം ഇന്ന് വിശ്വസിക്കുകയാണ്. ഈശോയുടെ സുവിശേഷത്തിന് നേർവിപരീതമായ ഒരു സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് സൂചന തരുന്നുണ്ട്. 2 വട്ടം സൂചന നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത് ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങൾ, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല, എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിൻ്റെ ഈശോയുടെ സുവിശേഷത്തെ ദുഷിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വ്യത്യസ്തമായ ഒരു സുവിശേഷം അതാര് തന്നെ വന്ന് പ്രസംഗിച്ചാലും, സ്നേഹമുള്ള സഹോദരരെ, ഈ ഭൗതിക സമൃദ്ധിയുടെ സുവിശേഷം, ലൗകിക നേട്ടങ്ങളുടെ സുവിശേഷം, സാമ്പത്തിക സമൃദ്ധിയുടെ സുവിശേഷം, അത് ഈശോയുടെ സുവിശേഷമല്ല. അത് ഈശോയുടെ സുവിശേഷമല്ല, അത് സാത്താൻ്റെ സുവിശേഷമാണ് എന്ന് പത്രോസിനോട് ഈശോ വ്യക്തമാക്കുകയും, എന്നാൽ ഈശോയുടെ സുവിശേഷം എന്ന് പറയുന്നത് ശരീരത്തിലും മനസ്സിലും ത്യാഗങ്ങളും വേദനകളും ഏറ്റെടുത്ത് ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യത്തെയും സഹനങ്ങളെയും നൊമ്പരങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ നിന്ന് 2 കരങ്ങളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ആ വേദനകളിലും സഹനങ്ങളിലും ഈശോയുടെ സഹനത്തോടെ പങ്കുപറ്റിക്കൊണ്ട് ഈശോയുടെ രക്ഷാകര സംഭവങ്ങൾ ഈ ലോകത്തിൽ പൂർത്തിയാക്കുന്ന ഒരു ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുന്ന സുവിശേഷമാ ഈശോയുടെ സുവിശേഷമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. അത്തരത്തിൽ ഈ ഈശോയുടെ സുവിശേഷത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ സഹനത്തിൽ ഞാൻ പങ്കുപറ്റുമ്പോൾ, ഈ സഹനം എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക്, ജീവിത വിശുദ്ധീകരണത്തിന് കാരണമാകുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ സംജാതമാവുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈശോ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യമെന്ന് പറയുന്നത് ഈശോയുടെ വേദനകളിലും ഈശോയുടെ സഹനത്തിലും പങ്കുപറ്റിക്കൊണ്ട് എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുക്കുന്ന, സഹനങ്ങൾ ഏറ്റെടുക്കുന്ന, വേദനയുടെയും സഹനത്തിൻ്റെയും പിൻബലമുള്ള ഒരു പ്രാർത്ഥനയുടെ സുവിശേഷത്തിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയെ ഇത് നാം തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമാ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഇതൾ വരിയുന്ന ആ മനോഹരമായ ആത്മീയ ശുശ്രൂഷയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? എരിയുന്ന ഹൃദയത്തോടെ വേദനിക്കുന്ന ഹൃദയത്തോടെ, വേദനിക്കുന്ന മനസ്സോടെ, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ദൈവസന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി, തൻ്റെ തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഒരു ആത്മീയത നമുക്ക് സ്വന്തമാക്കുവാൻ. സ്നേഹമുള്ളവരെ, ഇത് പൗലോസിൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. ഇത് ബൈബിളിൽ പൗലോസിൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. അത് പുതിയ നിയമത്തിൻ്റെ മാത്രം പ്രത്യേകതയുമല്ല. നാം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ജെറമിയയുടെ പ്രവചനത്തിലേക്ക്, ജെറമിയയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം കാണുന്നതും ഇത് തന്നെയാണ്. ജെറമിയ പ്രവാചകനിലൂടെ നാം വായിക്കുകയും, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ, സമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ, കഥനഭാരം ഹൃദയത്തെ മഥിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റൽ കൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ് സിയോനിലില്ലേ? അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ? അവൾ എന്ന് പറഞ്ഞ് തുടർന്ന് വിളവെടുപ്പ് തീർന്നു, വേനൽക്കാലവും അവസാനിച്ചു, എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല.
എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും വ്രണമാക്കുന്നു. ഞാൻ ദുഃഖിതനാണ്, ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ചോദിക്കുകയാ ജെറമ്യ, ഗിലിയാദിൽ ഔഷധമില്ലേ? രോഗശാന്തി നൽകാൻ അവിടെ ഭിഷങ്കരനില്ലേ? പിന്നെ എന്തുകൊണ്ടാ എൻ്റെ ജനത്തിന് രോഗശാന്തി ലഭിക്കാത്തത്? സ്നേഹമുള്ളവരെ, ഇത് കേവലം ശരീരത്തിൻ്റെ രോഗവും രോഗശാന്തിയുമല്ല, പിന്നെയോ ആത്മാവിൻ്റെ രോഗമായ പാപത്തെക്കുറിച്ച്, പാപത്തിൽ ഇടറി വീഴുന്ന വ്യക്തികളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ജെറമ്യ വേദനിക്കുകയാണ്. ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ, കഥനഭാരം ഹൃദയത്തെ മതിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റലുകൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ് സിയോനിൽ ഇല്ലേ? അവളുടെ രാജാവ് അവളുടെ മധ്യേ ഇല്ലേ? അവർ തങ്ങളുടെ കൊത്തുരൂപങ്ങൾ കൊണ്ടും അന്യദേവന്മാരെ കൊണ്ടും എന്തിനാണ് കുപിതനാക്കുന്നത്? വിളവെടുപ്പ് തീർന്നു, വേനൽക്കാലം അവസാനിച്ചു, എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല. വിഗ്രഹാരാധനയുടെ ഒരു പരിധിവരെ സാമ്പത്തിക സമൃദ്ധിയുടെ വിഗ്രഹാരാധന, ലൗകികമായ സാമ്പത്തികമായ വിഗ്രഹാരാധന, സ്ഥാനമാനങ്ങളുടെ വിഗ്രഹാരാധന ഒരു ജനത്തെ നശിപ്പിച്ചപ്പോൾ വേദനിക്കുന്ന പ്രവാചകനെ നാം കണ്ടുമുട്ടുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളല്ല പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ജെറമ്യായോ പൗലോസോ ഒന്നും. ഈശോയുടെ പൗരോഹിത്യപരമായ, ഈശോയുടെ പ്രേക്ഷിതപരമായ ശുശ്രൂഷ ജീവിതത്തിലേക്ക്, ഈശോയുടെ പ്രവാചകനടുത്ത അല്ലെങ്കിൽ ഒരു അപ്പസ്തോലിനടുത്ത ഒരു പ്രേക്ഷിത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ഓരോ വ്യക്തിയുടെയും ഉദാഹരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുതന്നെയാണ്. എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുകയും, ജെറൂസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത് കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നവർ നെറ്റിയിൽ അടയാളമിടുക. ജെറൂസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെയോർത്ത് കരയുകയും. പാപം ചെയ്യാത്തവരെക്കുറിച്ചല്ല വചനം പറയുന്നത്. നടമാടുന്ന പാപങ്ങളെയോർത്ത്, മ്ലേച്ഛതകളെയോർത്ത് വിലപിക്കുന്ന, നെടുവീർപ്പെടുന്ന, വേദനിക്കുന്ന, കരയുന്ന വ്യക്തിയുടെ നെറ്റിയിൽ അടയാളമിടുക. സ്നേഹമുള്ള സഹോദരരെ, ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ് വേദനിക്കണമെന്ന്. ഇന്ന് ഈ ലോകത്തിൽ നടമാടുന്ന പാപങ്ങളെയോർത്ത് വേദനിക്കണമെന്ന്. ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് ഇടറിപ്പോകുന്ന യുവജനങ്ങളെയോർത്ത് വേദനിക്കണമെന്ന്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ പാപത്തിലേക്ക് വഴുതിപ്പോകുന്ന യുവജനങ്ങളെയോർത്ത് കരയണമെന്ന്. ഇന്ന് മൊബൈലിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് മാധ്യമങ്ങളുടെയും ദുരുപയോഗത്തിലൂടെ പാപത്തിലേക്ക് നശിച്ചു വീണുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഓർത്ത് കരയണമെന്ന്, വേദനിക്കണമെന്ന്, നെടുവീർപ്പെടണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും. ഇത്തരത്തിൽ വേദനിക്കുന്ന, നെടുവീർപ്പെടുന്ന, കരയുന്ന പ്രേക്ഷിതര് ഇല്ലാതാകുമ്പോൾ ഈ ലോകം തനിയെ നശിച്ചുകൊള്ളുമെന്ന് പിശാചിനറിയാം. സ്നേഹമുള്ളവരെ, ഇവിടെയാ ഈശോ നമ്മുടെ മുമ്പിൽ ഈ അപ്പസ്തോലന്മാരുടെയൊക്കെ ചരിത്രത്തിലൂടെ, ഈ പ്രവാചകന്മാരുടെയൊക്കെ ഉദാഹരണത്തിലൂടെ ഈശോ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഉണർത്തുപാട്ടായിട്ട്, പ്രേക്ഷിത തീഷ്ണതയുള്ള, ആത്മഭാരമുള്ള, നശിച്ചു പോകുന്ന കുട്ടികളെക്കുറിച്ച്, പാപത്തിൽ വീണു പോകുന്ന യുവജനങ്ങളെക്കുറിച്ച്, പാപത്തിലേക്ക് ഇടറിപ്പോകുന്ന, തിന്മയിലേക്ക് വീണു പോകുന്ന, അവിശ്വസ്തതയിലേക്ക് വീണു പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഹൃദയത്തിൽ വേദനയുണ്ടാകണം. വേദനയോടുകൂടി ശരീരത്തിൽ ത്യാഗമെടുത്ത്, ശരീരത്തിൽ വേദന ഏറ്റെടുത്ത്, ഉപവാസം ഏറ്റെടുത്ത്, പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. അതില്ലാതെ പോകുമ്പോൾ നമ്മുടെ ജനം നശിച്ചു പോകും. ഈ തലമുറ നശിച്ചു പോകും. നമുക്ക് നമ്മുടെ പൂർവ്വപിതാമഹന്മാർ പകർന്നു നൽകിയ വിശ്വാസം, ജീവിതത്തിൻ്റെ വിശുദ്ധമായ പാരമ്പര്യങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം മതിയാകില്ല എന്ന് ഈ തലമുറ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വന്തം ജീവിതത്തിൻ്റെ വേദന കൊണ്ട്, ത്യാഗോജ്വലമായ പ്രാർത്ഥന കൊണ്ട് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു തലമുറ ഇന്നുണ്ടാകുന്നില്ല എങ്കിൽ
ത്യാഗോജ്വലമായ ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്ത പ്രവർത്തികളുടെയും പിൻബലമുള്ള ഒരു പ്രാർത്ഥനയിലൂടെ വെറുതെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ന് ലഭിക്കുകയും നാളെ നശിക്കുകയും ചെയ്യുന്ന വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം നഷ്ടപ്പെടുത്താതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവികമായ ഈ ഒരു ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേവലം ലൗകികമായ ഭൗതികമായ നേട്ടങ്ങളിലൊന്നും ഒരു വ്യക്തിയും തൃപ്തിയടയുന്നില്ല. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് തൃപ്തിയടയുന്നില്ല. എന്നാൽ ദൈവികമായ ഈ ആത്മാവ് തൃപ്തിയടയുന്നത് ദൈവോന്മുഖമായ സംലഭ്യതയിലാണ്, ആത്മാവിൻ്റെ ലഭ്യതയില, ആത്മാക്കളുടെ രക്ഷയില, ജീവിതത്തിൻ്റെ വിശുദ്ധിയില, ഈശോയോട് ചേർന്ന് ഈശോയുടെ ക്രൂശിതമായ ശരീരത്തോട് അവനവൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട്, ഗത്സമേൻ തോട്ടത്തിൽ ഈശോ നടത്തിയതുപോലെയുള്ള ആത്മഭാരത്തോടെയുള്ള ഒരു പ്രാർത്ഥനയിലൂടെ, ഈശോയുടെ പ്രാർത്ഥനയിൽ, ഈശോയുടെ രക്ഷാകര ശുശ്രൂഷയിൽ പങ്കുപറ്റുവാനുള്ള വലിയ കൃപ, വലിയ വിളിക്ക് വേണ്ടി, ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.